ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു യാത്ര പോയ വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നൊക്കെ എത്തി. ഞാനും ആദ്യം നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെ ഒക്കെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഞാനിതിൻ്റെ ഇടയ്ക്ക് ആദ്യമോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലങ്ങളിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഞങ്ങൾ രണ്ടാളും വീഡിയോ എടുത്തപ്പോൾ ആദ്യം പറഞ്ഞു പോകുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞാനും ഉമ്മയും സാബ്രിക്കയും ഉപ്പയും ആദ്യം കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് വലിയ ദൂരമില്ലെന്ന് പറഞ്ഞാലും ഒരു 3 മണിക്കൂർ 3-3.5 മണിക്കൂറൊക്കെ അടുത്തുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴി ലുലുവിൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതിന് ലുലുവിനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഓറഞ്ചും പിന്നെ ചെറിയ സ്നാക്സുകളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. നാടുകാണി ചുരം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഏകദേശം ചുരത്തിലേക്കൊക്കെ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പൊരു പ്രാവശ്യം ഞാൻ സാബ്രിക്കയും മാത്രമായിട്ട് പോയിട്ടുണ്ട് ഊട്ടിയിലേക്ക്. ആ ടൈമിൽ ഞങ്ങൾ പോകുമ്പം ഇതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അന്നും മസനഗുഡി വഴി തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അന്നും ഇതുപോലെ പോയത്. എന്നിട്ടും അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം നമ്മളെ എല്ലാവരെയും കൂട്ടി ഊട്ടിക്ക് തന്നെ പോകാമെന്ന് കരുതിയത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഓർഡർ ചെയ്ത് ചായ വരികയും ചെയ്തു. അതേ സ്പീഡിൽ കുടിച്ച് തീരുകയും ചെയ്തു. ആദ്യം ഐസ്ക്രീമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ചാമ്പയ്ക്ക വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി ചാമ്പയ്ക്കൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ ഏകദേശം കൂടല്ലൂർ ആ ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനോടകം ഒരു 3 കളിയാണെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഒരേ ടെമ്പിളാണ്. അവിടുന്ന് ആദ്യം ഒരു കൂട്ടർ പോയി, പിന്നെ വേറൊരു കൂട്ടർ. ഇവരെല്ലാം തന്നെ ഈ റോഡിൽ കൂടെ നടന്നാട്ടോ പോകുന്നത്. വണ്ടിയിലൊന്നും പോകുന്നത് കണ്ടില്ല. ചിലപ്പോൾ ഇവിടെ അങ്ങനെ ആയിരിക്കും. എന്തായാലും 3 കല്യാണം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയുടെ ഉടനീളം നിങ്ങൾക്ക് അപ്പോ എന്ന് കേൾക്കേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ സംസാര ശൈലിയാണ് എന്നാണല്ലോ. യൂഷ്വലി വേറൊരാളോട് സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ അപ്പോ ഒന്നും വരാറില്ല. പക്ഷെ വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഒരു 10,000 വട്ടം വരുന്നത് ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ ചെയ്യുക, നിങ്ങളങ്ങോട്ട് ക്ഷമിക്കുക, അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മലബാർ റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഞാനും ഉപ്പയും ഉമ്മയും നോർമൽ മീൽസായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കൂന്തൽ റോസ്റ്റും സാബ്രിക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. സാബ്രിക്കും ആദ്യം ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആദ്യം പറ്റിയൊരു ചെയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെയർ കിട്ടിയതിൻ്റെ ആനന്ദത്തിലായിരുന്നു ആദ്യം. എന്തായാലും അവിടുന്ന് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഈ ബോർഡ് കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷമാണ്. എന്തായാലും നമ്മൾ ടൈഗർ റിസർവിൽ എൻ്റർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ആ ഒരു ഞാൻ സൂം ചെയ്യുന്ന അവിടെയൊക്കെ മാനുകളുണ്ട് കേട്ടോ. അവിടുത്തെ ആ ഒരു മരത്തിൻ്റെയും ശിഖരത്തിൻ്റെയൊക്കെ കളർ അതായതുകൊണ്ട് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് മാനിനെയും കുറച്ച് കുരങ്ങിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സമയത്തും ചൂട് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ തണുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കമൻ ക്വൈറ്റാണ്. പിന്നെ ഈ ഒരു ഏരിയ അങ്ങനെയാണല്ലോ. നല്ല രസമാണ്. കുറച്ചും കൂടെ വൈകിട്ട് പോകുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി. അപ്പം നമ്മൾ ഏകദേശം ഊട്ടിയൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി.
നമ്മൾ ഊട്ടിയിലെത്തിയിട്ട് ആദ്യം പോയത് ടീ ഫാക്ടറിയിലായിരുന്നു. ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും രണ്ടും ഒരു സ്ഥലത്ത് തന്നെ. അപ്പം നമ്മൾ അങ്ങോട്ട് എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതിയെ ഇറങ്ങി. ഇതിപ്പം എൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ടൈം വന്നിട്ടുള്ളത് സ്കൂളിൽ നിന്നായിരുന്നു. 9th പഠിക്കുന്ന ടൈമിൽ ടൂർ വന്നിട്ടുള്ളതാണ്. പിന്നെ ഞാനും സാബിക്കയും കൂടി ഒരു പ്രാവശ്യം വന്നത്. ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോയി. അപ്പോൾ മെഷീൻസൊക്കെ ഓഫായിരുന്നു കേട്ടോ ആ ടൈമിൽ. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് പതിയെ നടന്ന് നീങ്ങി. എനിക്ക് പൊതുവേ ഇതുപോലെ സ്ക്രീനിൽ ഓരോ കാര്യങ്ങൾ കാണിച്ച് എന്താണ് അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ ചിലരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നത് കാണാം. പക്ഷേ എനിക്കത് എന്താ അറിയില്ല, ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യം കേട്ടോ. ജസ്റ്റ് നോക്കുക, പോവുക, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും അത് അറിയേണ്ട ഒരു ആവശ്യം അത്യാവശ്യമായിട്ട് വന്നാൽ മാത്രമേ ഞാൻ അങ്ങനെ നോക്കിക്കലുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് കാണുക, പോവുക, അത്രയേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് വെയിലാണ്, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുകയാണ്. താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങി. അങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് അതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുക പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യം എടുത്തിട്ട് ഓരോന്ന് കാട്ടിക്കൊടുക്കുകയാണ്. ഞങ്ങൾ പതിയെ ഇറങ്ങിയ ഗ്യാപ്പിൽ ഉമ്മയും പോയി ഫോട്ടോ എടുക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത ടീ ഫാക്ടറിയിൽ കയറി ചായ കുടിച്ചു. നല്ല ചായയായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയട്ടോ, ചായപ്പൊടിക്കൊക്കെ ഭയങ്കര വിലയാണെന്ന്. പൊതുവെ ചായപ്പൊടിക്ക് വിലയാണ്, ഇവിടെ കുറച്ചും കൂടെ വില ഉണ്ടെന്ന് തോന്നി. എന്തായാലും അവിടെ നിന്ന് ആദ്യമൊരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോയായി ആദ്യം ഹാപ്പിയായി ഞങ്ങൾ പതുക്കെ ഇറങ്ങി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്തായാലും മസ്റ്റാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ ടിക്കറ്റൊക്കെ എടുത്ത് ആ സമയത്ത് സബർക്ക വണ്ടി പാർക്ക് ചെയ്യാൻ പോയി വന്നു. ഞങ്ങൾ എൻ്ററായി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു തീക്ഷ്ണതയിൽ ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഈ റീസെൻ്റായിട്ട് വന്നുകൊണ്ടായിരിക്കാം എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുവഴിയൊക്കെ കുറച്ച് പോയിട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കാണാൻ രസമാണ്. അതൊരു കൂട്ടത്തോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഭംഗി. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഇത്രയും ഭംഗിയിൽ ഒരിക്കലും പൂക്കത്തുമില്ല. വീട്ടിൽ വെച്ചാൽ ഈ ഒരു ഭംഗിയും കിട്ടില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് മാത്രമല്ല ഇത്രയും ഫ്ലവേഴ്സിൻ്റെയാണ് തോന്നുന്നു, ചെറിയ ചെറിയ പല ടൈപ്പിലുള്ള നല്ല സുഗന്ധം ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറിയപ്പോൾ തൊട്ടും ആദ്യമൊരു ഇടംതിരിവാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനൊന്നും വിളിച്ചിട്ട് ഒരു തരത്തിൽ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ നോ എൻട്രി സ്ഥലത്തേക്ക് കയറാൻ വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ വെച്ച് എൻ്റെ ഫോട്ടോ എടുത്തോ പറഞ്ഞ് 2-3 ഫോട്ടോ അവൻ തന്നെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചധികം നടന്ന് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരുന്നു. അപ്പോൾ ആദ്യം ഒരു ലേസ് ഒക്കെ വാങ്ങിച്ച് അതും കഴിച്ച് അങ്ങനെ നടന്നു. പിന്നെ ഞാൻ സബർക്കയും ജസ്റ്റ് നടക്കാൻ പോയപ്പോൾ, ഞാൻ സബർക്കല്ല ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ 3 ഇങ്ങനെ ജസ്റ്റ് നടക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഏലക്കയിട്ട ചായപ്പൊടി അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി അടുത്തൊരു കടയിൽ നിന്ന് ആദ്യം ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ ചായ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായ. പൊതുവേ ചായ ഇങ്ങനെ വെച്ചാലും എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു തണുപ്പിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു, ചൂട് ചായ ആണെങ്കിലും
വളരെ പെട്ടെന്ന് തന്നെ ആറുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പതുക്കെ വണ്ടി എടുത്ത് ഇറങ്ങി പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു വെജ് റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പതിയെ ആൾ വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗീ റോസ്റ്റ് ആയിരുന്നു. പിന്നെ അധികം വൈകാതെ തന്നെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പോകുന്ന വഴിക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. ഒരു 11:30 ആയിട്ടുണ്ടാവും വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഊട്ടിയിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.